തിരുവനന്തപുരം തച്ചോട്ട് അഭയ ഹോസ്പിറ്റലിന് നേരെ എതിർവശം കാണുന്ന വഴി ഒരു 50 മീറ്റർ കയറി വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം. 3.25 സെന്റിലെ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ബസ് റൂട്ട് അരികത്ത് അവിടെ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറി നടന്ന് കയറാവുന്ന രീതിയിൽ നല്ലൊരു മെയിൻ റോഡ് അരികത്ത് നിന്ന് പറയാൻ പറ്റുന്ന നല്ല കിടിലം പ്രോപ്പർട്ടി. ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. ഇത് ഏകദേശം 2 വർഷത്തിനകത്ത് പഴക്കമുള്ള വീടാണ്. എങ്ങനെയാ വെച്ചാൽ ഈ വീടും തൊട്ടടുത്ത് കാണുന്ന വീടും 2 മക്കൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇതുവരെയും താമസമായിട്ടില്ല. വീട് ചുമ്മാ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇവിടെ ആയാലും നമുക്കൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് തച്ചോട്ടാവുന്ന നമ്മുടെ മൂങ്ങോട് റൂട്ടിലേക്ക് വരുമ്പോൾ അഭയ ഹോസ്പിറ്റൽ അതിൻ്റെ എതിർവശമായിട്ട് ഇന്ദുകിരണം ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാം. അതിങ്ങനെ ജസ്റ്റ് ഇറങ്ങി ഒരു 50 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ആ തൊട്ട് കാണുന്ന ആ വീടും വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ. അതിൻ്റെ വേറൊരു വീഡിയോ നമ്മുടെ പേജിൽ തന്നെ അപ്ലോഡും ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കോമൺ സ്പേസ്. ഇവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ സാനിറ്ററി വെയർസ്, അതിപ്പോൾ ഈ വാഷ് ബേസിനായാലും കമോഡ്സ് ആയാലും എല്ലാം തന്നെ പാരിവെയറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് കിച്ചണിനകത്ത് ഇതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് എല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് കാണാം. മേളിലെല്ലാം സ്റ്റോറേജ് കാണാം. അതും പോരാന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് പോലെ നമുക്ക് വീണ്ടും ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെയൊക്കെ വിഷയം ഉണ്ടെങ്കിലും എവിടെന്നെങ്കിലും വിറക് ഒപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് പുകയും കേട്ടോ. പുകയില്ല അടുപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ നമുക്കൊരു ബാക്ക് യാർഡും വരുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ നമുക്ക് ആ സൈഡിലേക്ക് ഇറങ്ങാം, ഈ സൈഡിലേക്ക് ഇറങ്ങാം. ആ രീതിയിലാണ് വർക്ക് ഏരിയയിൽ നിന്ന് ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ 3 ബെഡ്റൂംസും വരുന്നുണ്ട്. എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കബോർഡും എല്ലാ റൂമുകളിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പാരിവെയറിന്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്. ഇവിടെ നിന്ന് നമുക്ക് 3 ബെഡ്റൂമുകളിലേക്ക് എൻട്രി ഉണ്ട്. അതുപോയിട്ട് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫിറ്റിങ്സ് ആണ് കേട്ടോ. പാരിവെയർ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത 2 ബെഡ്റൂംസ് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമുകളിലും കബോർഡ് ഉണ്ട് കേട്ടോ. അതൊരു ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. സാധാരണ രീതിയിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 റൂമൊക്കെ കോമൺ ബാത്റൂമൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാ റൂമുകളിലും കബോർഡും ഉണ്ട്, ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുൻവശത്തേക്ക് ഒരു ബാൽക്കണി സ്പേസും ഉണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വിസിബിലിറ്റി വരുന്നത്. നല്ല നല്ല വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ അത്യാവശ്യം നല്ല പ്രൈസിങ് ഉള്ള ഒരു ലൊക്കേഷനാണ്. എങ്ങനെ വെച്ചാൽ തച്ചോട്ടുകാവിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഈ ഒരു ചുറ്റുവട്ടം. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. നമുക്കിവിടെ നിന്ന് ജസ്റ്റ് നടന്ന് കയറി കഴിഞ്ഞാൽ മെയിൻ റോഡായി. അവിടെ തന്നെ അഭയ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കയറാൻ സാധിക്കും. ആ രീതിയിലുള്ള പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചോ. നല്ലൊരു ഡീലാണ്. ഈ പറഞ്ഞതിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷന് സാധ്യതയുണ്ട്.